Hello dear students, now we are entering into one of the most enthusiastic chapter of our second year physics, second chapter, electrostatic potential and capacitance. Electrostatic potential and capacitance. So what is electric charge? What type of electric field is produced by different charge configuration? About those all we had discussed detailedly in our previous chapter. In this chapter, we shall continue the discussion on electrostatics. It is electrostatic potential and capacitance. Means stationary charge may relate to the important aspect of electrostatic potential. So let us see what it is. See, in our plus 1 physics we had discussed, we had learned that when a work is done against certain forces like spring force or gravitational force, a body which is under the effect of a spring force or a gravitational force. Our body, if any external force is doing any work, or external force will work, that work will stored inside that body as its potential energy, right? നമ്മൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഇരിക്കുന്ന ബോഡി അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ എഫക്റ്റിൽ ഇരിക്കുന്ന ഒരു ബോഡിയിലും എക്സ്റ്റേണലി ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വർക്ക് വിൽ സ്റ്റോർഡ് ഇൻസൈഡ് ദ ബോഡി ആസ് ഇറ്റ്സ് potential energy, and that potential energy will be stored in it. See, if we remove that external force, later after some time നമ്മൾ ആ external force remove ചെയ്ത് കഴിഞ്ഞാൽ the potential energy will become kinetic energy. Potential സീറോ ആവുകയും kinetic energy ആയി മാറുകയും ബോഡി മൂവ് ചെയ്യുകയും ചെയ്യും. ബോഡി will move. For example, if we raise a stone against the gravitational field, നമ്മൾ എന്നിട്ട് ആ സ്റ്റോണിനെ ഒരു ഹൈറ്റിൽ കീപ്പ് ചെയ്തു. At that particular height it has a potential energy. ഇനി നമ്മൾ ആ ഹൈറ്റിൽ നിന്ന് ആ ബോഡിയെ വിട്ട് കഴിഞ്ഞാൽ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ മൂവ് ഡൗൺ. എന്ത് ചെയ്യും? ഇറ്റ് സ്റ്റാർട്ട് ടു മൂവ്. ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇൻക്രീസസ്. മീൻസ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ് ഡ്യൂ ടു ദി വർക്ക് ഡൺ അഗൈൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് became kinetic energy. Potential എന്തായി മാറി? kinetic energy ആയി മാറി. And there is so the total energy means the total mechanical energy, the sum of kinetic energy and potential energy. അതാണ് total mechanical energy. The total mechanical energy will remain constant. അത്തരത്തിലുള്ള ഫോഴ്സുകൾ against which when work is done is stored in it as a potential energy. അത്തരത്തിലുള്ള ഫോഴ്സുകൾ എന്നിട്ട് അവയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡുമായിരിക്കും. അത്തരത്തിലുള്ള ഫോഴ്സുകളെ നമ്മൾ പറഞ്ഞു കൺസർവേറ്റീവ് ഫോഴ്സസ്. സോ ദെയർ വി കൺക്ലൂഡഡ് സ്പ്രിംഗ് ഫോഴ്സ്, ഇറ്റ്സ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദാറ്റ്സ് ഓൾസോ എ കൺസർവേറ്റീവ് ഫോഴ്സ്. അതായത് വർക്ക് ഡൺ അഗൈൻസ്റ്റ് സച്ച് ഫോഴ്സസ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ബോഡി ആസ് ദ പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, the total mechanical energy under conservative forces will be conserved. അതാണ് നമ്മൾ പറഞ്ഞ സ്പ്രിംഗ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ അവിടെ സ്പ്രിംഗ് ഫോഴ്സിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലും നമ്മൾ അവയ്ക്കെതിരെ ചെയ്യുന്ന വർക്ക് വിൽ ബി സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. സിമിലാർലി ആ രണ്ട് കൺസർവേറ്റീവ് ഫോഴ്സും പോലെയാണ് നമ്മുടെ കുലോംബ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഓൾസോ എ കൺസർവേറ്റീവ് ഫോഴ്സ്. നമ്മൾ പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും എന്താണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. ബിക്കോസ് ബോത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബോത്ത് ഒബൈസ് ഇൻവേഴ്സ് സ്ക്വയർ റിലേഷൻഷിപ്പ്. മീൻസ് ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡൻസ് ഓൺ ഡിസ്റ്റൻസ് ആണുള്ളത് രണ്ട് ഫോഴ്സിനും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Gm1/r². Electrostatic force 1/4πε0 Q1Q2/r². See, രണ്ടും നോക്കിയേ, രണ്ടിനും both of them depends on the distance in inverse square relation. Inverse square dependence of distance ആണുള്ളത്. ഇനി they differ only in the proportionality constant. അവിടെ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് G, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K. അതാണ് 1/4πε0 എന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ these two are conservative force. And a mass in gravitational force, a mass in gravitational field, that will be under the effect of gravitational force. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മളൊരു മാസിനെ പ്ലേസ് ചെയ്യുകയും ആ മാസിന്മേൽ വർക്ക് ചെയ്യുന്നു, അത് അതിൽ പൊട്ടൻഷ്യൽ എനർജിയെ സ്റ്റോർ ചെയ്യുന്നു. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വരുമ്പോഴോ യെസ്,
ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വരുമ്പോൾ എ ചാർജ് പ്ലേസ്ഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്, എ ചാർജ് പ്ലേസ്ഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇക്വാലന്റ് ടു മാസ് പ്ലേസ്ഡ് ഇൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിൽ അവർ ഡിഫർ ചെയ്യും. ഇനി അടുത്ത കോൺസെപ്റ്റ് ഏതാ? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുക്കുമ്പോൾ അവിടെ വരുന്നത് ഏതാണ്? മാസ് ആണ്. ബട്ട് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവിടെ വരുന്നത് എന്താണ്? ചാർജ് ആണ്. സോ എം ടേമിന് ഇക്വലന്റ് ആയിട്ട് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ എക്സ്പ്രഷനിൽ എന്ത് വരും? ക്യൂ ടേം വരും. അതാണ് ഇവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ. സോ വർക്ക് ഡൺ ഓൺ എ മാസ് പ്ലേസ്ഡ് ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് against a gravitational force will be stored in it as its potential energy. ആണല്ലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, സോ വർക്ക് ഡൺ ഓൺ എ ചാർജ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് അണ്ടർ ദ എഫക്ട് ഓഫ് ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് will become the potential energy of that charge. So we can say there is a potential energy when a charge placed in an electric field is under the effect of an external force, or ഒരു external force ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ചാർജിന് മേൽ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് ആ ചാർജിന്റെ എന്തായി മാറും? പൊട്ടൻഷ്യൽ എനർജി ആയി മാറും. സോ ചാർജസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ഹാവ് പൊട്ടൻഷ്യൽ എനർജി. അതാണ് നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ബിഗിനിങ്. ആ കോൺസെപ്റ്റ് വരുന്നത് അങ്ങനെയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് അതിൻ്റെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. എന്ത് എനർജി ആയി സ്റ്റോർ ചെയ്യപ്പെടും? പൊട്ടൻഷ്യൽ എനർജി ആയി സ്റ്റോർ ചെയ്യപ്പെടും. സോ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ചാർജിൽ എക്സ്റ്റേണൽ ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആ ചാർജിന്റെ എന്തായി മാറുന്നു? പൊട്ടൻഷ്യൽ എനർജി ആയി മാറുന്നു. അങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി will be possessed by a charge when in an external field work is done on that charge. ഒരു ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ചാർജിൽ ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തായി മാറ്റപ്പെടും? ആ വർക്ക് പൊട്ടൻഷ്യൽ എനർജിയായി മാറ്റപ്പെടുന്നു. പൊട്ടൻഷ്യൽ എനർജിയായി മാറ്റപ്പെടുന്നു. സോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് മീൻസ് ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ ആൻ എക്സ്റ്റേണൽ ഏജന്റ് ഓൺ ദാറ്റ് ചാർജ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കാണ്. ലെറ്റ് us see how much is that work. നമുക്ക് ആ വർക്കിന് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് കൊണ്ടുവരാം. ഹിയർ വി ഹാവ് എ ചാർജ്, എ സോഴ്സ് ചാർജ് പ്ലസ് ക്യൂ, ആൻഡ് പോയിന്റ് പി ഈസ് മാർക്ക്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദി ക്യൂ. ക്യൂവിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അവേ ഒരു പോയിന്റ് പി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അവിടെ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. ലെറ്റ് us try to bring a പോസിറ്റീവ് ചാർജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ക്യൂ. ഒരു പ്ലസ് ക്യൂ, അതായത് സ്മോൾ ക്യൂ ആണ് നമ്മുടെ ടെസ്റ്റ് ചാർജ്. ഒരു പ്ലസ് ക്യൂ ചാർജിന് നമുക്ക് ആ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം. ഓബ്വിയസ്ലി ദർ വിൽ ബി റിപ്പൽഷൻ. അതായത് നമ്മുടെ സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണ്, ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ആണ്. ഷുവർലി ദ ടെസ്റ്റ് ചാർജ് വിൽ ബി റിപ്പൽഡ്. Means as there is repulsion, the external agent has to do work against the repulsive force. നമ്മുടെ സോഴ്സ് ചാർജിന്റെ റിപ്പൽഷൻ ഉള്ളത് കൊണ്ട് ആ ടെസ്റ്റ് ചാർജ് സ്മോൾ ക്യൂയെ നമുക്ക് പിയിൽ കൊണ്ടുവരണമെങ്കിൽ എക്സ്റ്റേണൽ ഏജന്റ് റിപ്പൽഷൻ എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ആ വർക്ക്, what work is done by the external agent against the repulsive force of Q, capital Q, will be stored in small q as its potential energy. സ്മോൾ ക്യൂവിന് മേൽ എക്സ്റ്റേണൽ ഏജന്റ് ഒരു വർക്ക് ചെയ്ത് പി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവരും. ആ ചെയ്ത വർക്കാണ് സ്മോൾ ക്യൂ പിയിലെത്തുമ്പോൾ ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി. സ്മോൾ ക്യൂ പിയിലെത്തുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. സോ നമ്മൾ സ്മോൾ ക്യൂവിനെ കൊണ്ടുവരുന്നു ഫ്രം പോയിന്റ് ആർ. ആർ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സ്മോൾ ക്യൂവിനെ കൊണ്ടുവരുന്നു. സ്മോൾ ക്യൂ ഹാവിങ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ഏജന്റ് ഒരു വർക്ക് ചെയ്യും. ആ വർക്ക് എന്തായി മാറും? പൊട്ടൻഷ്യൽ എനർജിയായി മാറും. ലെറ്റ് WRP ബി ദ വർക്ക് ഡൺ. WRP ആണെന്നിരിക്കട്ടെ ആ വർക്ക്. അപ്പോൾ ആ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ലെറ്റ് ദാറ്റ് ഡിസ്റ്റൻസ് ബി dr. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, ദാറ്റ് വർക്ക് ഡൺ WRP ഈസ് ഈക്വൽ ടു
Integral F external to dr from R to P. അപ്പോൾ WRP work done by the external force എത്ര വരും? Integral R to P, R മുതൽ P വരെ. F external into dr. അവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ആ ടോട്ടൽ പാത്തിനെ small intervals of length dr, small distances of length dr ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഒരു ഡിസ്റ്റൻസിൽ ഒരു പെർട്ടിക്കുലർ ലെങ്തിലെ വർക്ക് കണ്ടുപിടിച്ചു, എന്നിട്ട് ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഫെമിലിയർ ടു us. കാൽക്കുലസ് മെത്തേഡ് ഈസ് ഫെമിലിയർ ടു us. So the work done WRP is equal to integral R to P F external into dr. ഇത് എക്സ്റ്റേണൽ വർക്ക്. ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കേണ്ട കാര്യം എന്താ? ബിക്കോസ് ദർ ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ്. And what about the relation between that electrostatic repulsive force and external force? They are equal in magnitude and opposite in direction. അല്ലേ? എത്രയാണോ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് അത്രയും എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ കൊടുത്താണ് നമ്മൾ ക്യൂ ചാർജിനെ കൊണ്ടുവരുന്നത്. സോ എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു എഫ് ഇ വിത്ത് എ നെഗറ്റീവ് സൈൻ. എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഇ. എഫ് ഇ ഹിയർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സോ എഫ് എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ അതേ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡിറക്ഷനുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഇ. എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഇ. സോ ഇവിടെ നമുക്ക് WRP ആ വർക്ക് ഡണിനെ ഇൻ ടേംസ് ഓഫ് എഫ് ഇ ഇങ്ങനെ എഴുതാം. WRP ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ R to P മൈനസ് ഓഫ് എഫ് ഇ dr or WRP ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ R to P FEDR. അതായത് ഡിസ്പ്ലേസ്മെന്റും ആ ഫോഴ്സും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ വരുന്നത്. നമ്മളിവിടെ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് എഴുതിയേക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. സോ ദാറ്റ് നെഗറ്റീവ് സൈൻ ഇൻ ദി എക്സ്പ്രഷൻ ഓഫ് വർക്ക്. ആൻഡ് ദിസ് വർക്ക്, ഈ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആറിൽ നിന്നും പി വരെ കൊണ്ടുവരാൻ എടുക്കുന്ന ജോലിയാണ് അല്ലേ? അതായത് പിയിലെത്തുമ്പോൾ എത്ര വർക്കാണോ ചെയ്തത് അത് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയായി മാറും അല്ലേ? നമ്മൾ ചെയ്ത വർക്ക് പിയിൽ പൊട്ടൻഷ്യൽ എനർജിയായി മാറും. ഇനി R എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടല്ലോ. R എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതായത് ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആറിലെ പൊട്ടൻഷ്യൽ എനർജിയും പിയിലെ പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് പറഞ്ഞൂടെ? യെസ്. So the work done is the difference in the potential energies at points P and point R. ഈ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് പോയിന്റ് ആറിലെ പൊട്ടൻഷ്യൽ എനർജിയും പോയിന്റ് പിയിലെ പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ എനർജി അറ്റ് പി യു പി എന്നും പൊട്ടൻഷ്യൽ എനർജി അറ്റ് ആർ യു ആർ എന്നും എടുത്തു കഴിഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഈസ് യു പി മൈനസ് യു ആർ. എന്താണത്? യു പി മൈനസ് യു ആർ. എവിടെയായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ? പിയിലായിരിക്കും. കാരണം ചാർജിന് അടുത്തോട്ട് വരുന്തോറുമാണ് കൂടുതൽ ഡിഫിക്കൽറ്റി. അപ്പോഴാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. സോ പൊട്ടൻഷ്യൽ ഈസ് മാക്സിമം നിയർ ടു ദി ചാർജ്. ചാർജിനടുത്തായിരിക്കും പൊട്ടൻഷ്യൽ കൂടുതൽ. സോ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ യു പി മൈനസ് യു ആർ. ഈ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണ് എന്ത്? വർക്ക് ഡൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം UP minus UR is equal to WRP. UP minus UR is equal to WRP. So potential energy difference, not potential energy, potential energy difference. That term is significant. ആറിൽ നിന്നും പി വരെ കൊണ്ടുവരാൻ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ആറും പിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. From this mathematical statement, we can give the definition for potential energy difference. The potential energy difference between 2 points in an electric field is the work done by an external agent to bring a charge from one point to another point without any acceleration. Q എന്ന് പറയുന്ന ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കാണ്ട് യൂണിഫോം വെലോസിറ്റിയിൽ ആർ മുതൽ പി വരെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ് ആറും പിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്. WRP ഈസ് ഈക്വൽ ടു യു പി മൈനസ് യു ആർ. ഇവിടെ നോക്കിയേ, RHS ഇൻ ദിസ് എക്സ്പ്രഷൻ RHS എന്താ? UR UP ഡിപ്പെൻസ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ഓൺലി. ഡിപ്പെൻസ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ഓൺലി മീൻസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അങ്ങനെ പാത്ത് ഇൻഡിപെൻഡന്റ് ആയ ഫോഴ്സ് ആണ് എന്ത്? കൺസർവേറ്റീവ് ഫോഴ്സ്. സോ ക്ലിയർലി
This one also asserts that our electrostatic force is conservative force. Here work done depends on initial and final points, independent of the path. Independent of the path. Not only that, നമുക്ക് ഇങ്ങനെയും അറിയാം, for conservative force the work done on a closed loop is 0. ക്ലോസ്ഡ് ലൂപ്പിലെ വർക്ക് എന്തായിരിക്കും? സീറോയുമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം, the RHS does not depends on the path. The RHS of the equation tells us that it depends on the work done depends on initial and final points. So conservative nature is once more asserted. Then second point is, here we are talking about potential energy difference. So actual potential note, it is potential energy difference which is more significant when we talk about conservative forces. നമ്മൾ ഏതൊരു കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും പൊട്ടൻഷ്യൽ എനർജിയെക്കാളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാണ്? പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്ന ടേമിനാണ്. സോ ദ ടേം പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഈസ് മോർ സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണ് എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത്. അല്ലാതെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റിന് അത്രത്തോളം സിഗ്നിഫിക്കൻറ്റ് ഇല്ല. സോ ദീസ് ടു ആർ ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഫ്രം ദിസ് expression. So what is potential energy? Then the expression for potential energy. Once again, definition for potential energy. So the potential energy difference between 2 points in an electric field can be defined as the work done by an external agent in bringing a charge from one point to another point without accelerating. അതാണ് potential energy difference. ഇനി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ്? ഇപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ, ആർ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് മീൻസ് പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി, ആർ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവരുന്നതായിട്ട് എടുക്കണം. അതായത് ചാർജ് ക്യൂ ചാർജ് ഈസ് ടേക്കൺ ഫ്രം ഇൻഫിനിറ്റി, ബ്രോഡ് ഫ്രം ഇൻഫിനിറ്റി. സോ ഇൻഫിനിറ്റിയിൽ നിന്നും അത്തരത്തിൽ ക്യൂ ചാർജിനെ ബ്രിങ് ചെയ്യാൻ നമ്മൾ എത്ര വർക്ക് ചെയ്യണമോ അതാണ് ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി. ഇത്രയും നേരം ഞാൻ ഡിഫൈൻ ചെയ്തു തന്നത് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണ്. ഇനി എന്താണ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്? ഫോർ എക്സാമ്പിൾ യു പി, പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി, ഓർ യു ആർ, ആർ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി. ഹിയർ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് can be defined as the work done in bringing a charge q from infinity to that point without any acceleration. From infinity to that point. So potential energy at a point in an electric field is the work done to bring a charge q from infinity to that point. ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ അതും ഒരു പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് തന്നെയാണ്. അതായത് ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജിയും ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ്. അവിടെ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിട്ട് കൺസിഡർ ചെയ്യും? 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി വിൽ കൺസിഡർ ആസ് 0. അങ്ങനെയാണെങ്കിൽ 0 പൊട്ടൻഷ്യൽ എനർജി ഉള്ള ഒരു ഏരിയ ആയ ഇൻഫിനിറ്റിയിൽ നിന്നും ക്യൂ ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ് ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി. Again, the potential energy of a charge q at a point p in an electric field can be defined as the work done by an external force in bringing that charge from infinity to that point. ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്ക് ക്യൂ ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്കാണ് ക്യൂവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. They are external forces equal in magnitude and in opposite in direction as that of ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഞാൻ പറഞ്ഞു നമ്മൾ വർക്ക് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഈ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് ഇലക്ട്രിക് ഫോഴ്സും ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷനും ആയിരിക്കും. അതാണെന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. Now we are moving to another quantity, electrostatic potential. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടു. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് നോക്കാം. സി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? WRP = UP - UR. അതായത് ക്യൂ എന്ന് പറയുന്ന ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അവിടെ ക്യൂ എന്ന് പറയുന്ന ചാർജിന് പകരം +1 കൂളോം, ഒരു ബേസിക് ആയിട്ട് +1 കൂളോം ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് ആണ് പൊട്ടൻഷ്യൽ. ഹിയർ സി വർക്ക് ഡൺ ഫോർ ബ്രിങ്ങിങ് q കൂളോം ചാർജ് ഈസ് WRP = UP - UR. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഫോർ ബ്രിങ്ങിങ് +1 കൂളോം എത്ര വരും? WRP/Q.
ക്യൂ ചാർജിനെ കൊണ്ടുവരാൻ ചെയ്ത വർക്ക് WRP. അങ്ങനെയാണെങ്കിൽ 1 കൂളോമിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് WRP by Q. That is work done in bringing 1 coulomb of charge between 2 points, or work done in transferring the charge between 2 points is WRP by Q. That is equal to UP minus UR by Q. UP minus UR by Q. ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യുന്ന വർക്കിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. So, electric potential or electrostatic potential at a point in an electric field can be defined as the work done in bringing unit positive charge from infinity to that point. ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. So once again, electrostatic potential at a point in an electric field can be defined as the work done in bringing unit positive charge from infinity to that point. Work is done by the external force. Marannu poyathu, work is done by the external force which has equal magnitude and opposite direction as that of electrostatic force. That is, electrostatic potential V is equal to WRP by Q. WRP by Q. നമ്മൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ B is equal to dW by dQ എന്ന് നമുക്ക് പറയാം. Electrostatic potential is small work divided by that small charge transferred. That is dW by dQ. So that's about electrostatic potential. So electrostatic potential energy and electrostatic potential. ഇത്രയേ ഉള്ളൂ. Electrostatic potential energy means Q coulomb ചാർജിനെ, ഒരു ഫിക്സഡ് ഫൈനൈറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന, അതായത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ചാർജ് ആണ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ +1 കൂളോമിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കണം, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ചാർജിനെയും കൂടെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ചാർജിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ അത് ആ ഫീൽഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. അവിടെ ആൾറെഡി പറഞ്ഞു, +1 കൂളോം ചാർജിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ ചാർജ് അവിടെ +1 കൂളോം ആണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ 1 കൂളോമിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക്. ഇനി അത് നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് വേരീസ് അക്കോർഡിംഗ്ലി വിത്ത് ദ പോയിന്റ്, പോയിന്റിനനുസരിച്ചാണ് വേരി ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. ബട്ട് പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ ആ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ബ്രിങ്ങിങ് അതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ആ ഫീൽഡിൻ്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സെയിം ടൈം ഫീൽഡിൻ്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഫീൽഡിൻ്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് പറയാൻ പറ്റുന്ന ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ്. അവിടെ നമ്മളൊരു ബേസിക് റെഫറൻസ് ആയ +1 കൂളോംബിനെ കൊണ്ടുവരാനുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ? ആ ഫീൽഡിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, ആ പോയിന്റിന് നമ്മൾ മെൻഷൻ ചെയ്യണം, ആ പോയിന്റിന് അവിടെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. മീൻസ് ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് പോയിന്റ് ഫ്രം ദി സോഴ്സ് ചാർജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സോഴ്സ് ചാർജിൽ നിന്നും ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ ആ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ അതിന് ആ ഫീൽഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് dW by dQ. dW by dQ. Now let us find out the expression for the potential due to a point charge. Potential due to a പോയിന്റ് ചാർജ്, ഒരു പോയിന്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ. നമ്മുടെ ഒരു സോഴ്സ് ചാർജ് ക്യൂ എന്ന് പറയുന്ന ഒരു സോഴ്സ് ചാർജ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് R ഫ്രം ക്യൂ. പി എന്ന് പറയുന്ന പോയിന്റ്, ക്യൂവിൽ നിന്നും R ഡിസ്റ്റൻസ് അവേ പി എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് വി ആർ ബ്രിങ്ങിങ് +1 കൂളോം ഫ്രം ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ നിന്നും പി വരെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്നും പി വരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്ക്, ഇൻഫിനിറ്റിയിൽ നിന്ന് പി വരെ 1 കൂളോം ചാർജിനെ, +1 കൂളോം ചാർജിനെ കൊണ്ടുവരാൻ വാട്ട് വർക്ക് ഷുഡ് ബി ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ്, അതാണ് പിയിലെ പൊട്ടൻഷ്യൽ. അപ്പോൾ ഹിയർ ഫോർ ദാറ്റ് കാൽക്കുലേഷൻ വി ആർ കൺസിഡറിങ് ആൻ ഇൻ്റർമീഡിയറ്റ് പോയിന്റ് P' വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് R' ഫ്രം ദി സോഴ്സ് ചാർജ്. സോഴ്സ് ചാർജിൽ നിന്നും R' എവേ P' എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് പിയിലെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് പോയിന്റ് P' എടുക്കുന്നു. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അറ്റ് P'? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാ? കൂളംസ് ഫോഴ്സ് നമുക്കറിയാം, 1/4πε0 Q × +1 by R' square × R' cap.
അവിടുത്തെ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ, +1 കൂളോമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ Q1 Q2 Q1 എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് ചാർജ് Q, Q2 എന്ന് പറയുന്ന +1. സോ നമ്മുടെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ എന്ത് വരും, ദാറ്റ് ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അറ്റ് P dash ഈസ് F is equal to 1/4πε0 Q/r² r'. അപ്പോൾ നമ്മുടെ +1 കൂളോം P ഡാഷിലെത്തി. വി ആർ മൂവിങ് ദാറ്റ് +1 ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് Δr. ആ +1ന് നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസ് Δr മൂവ് ചെയ്യിപ്പിക്കുന്നു. എഗൈൻസ്റ്റ് ദിസ് ഫോഴ്സ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് Δr മൂവ്മെന്റ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്ത സ്മോൾ വർക്ക് Δw എത്ര വരും? Δw ഈസ് ഈക്വൽ ടു F ഇൻറ്റു Δr. Δw ഈസ് ഈക്വൽ ടു F ഇൻറ്റു Δr. F എത്രയാ? ദാറ്റ് ഈസ് Δw ഈസ് ഈക്വൽ ടു 1/4πε0 Q/r' ഇൻറ്റു r' ഡോട്ട് Δr. ഇതാണ് ആ സ്മോൾ വർക്ക്. അതൊരു ചെറിയ ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആയിട്ട് എടുത്തതുകൊണ്ട് ഇവിടെ നോക്കിയേ, ഇൻഫിനിറ്റി മുതൽ P വരെ കണ്ടിന്യൂസ് പാത്താണ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് നേച്ചർ കളഞ്ഞിട്ട് കണ്ടിന്യൂസ് നേച്ചർ എടുക്കുമ്പോൾ അവിടെ എന്ത് കൊണ്ടുവരണം? ഇൻറ്റഗ്രേഷൻ, കാൽക്കുലസിലെ ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരണം. Therefore the total work done to transfer 1 coulomb charge from infinity to point P, ഇൻഫിനിറ്റി മുതൽ P വരെ, ഇൻഫിനിറ്റി മുതൽ r ഡിസ്റ്റൻസ് അവേ ഉള്ള പോയിന്റ് ആയ P വരെ നമ്മുടെ +1 കുളോമിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് W is equal to integral infinity to r 1/4πε0 Q/r' into dr'. Q/r' into dr'. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 into Q ഔട്ട് ചെയ്തു, 1/r' dr' ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/r' എന്ന് കിട്ടും. വി വിൽ ഗെറ്റ് 1/r'. ദെൻ അതിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുത്തു. ഫൈനലി വർക്ക് ഡൺ ഈസ് 1/4πε0 Q/r. ഈ വർക്ക് ഡൺ എന്താണ്? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് P which is at a distance r from Q. So the potential at point P at a distance r from source charge Q is VR, V suffix R. അവിടെ R എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് കോർഡിനേറ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. VR is equal to 1/4πε0 Q/r. So it is the expression for the potential at a point due to a point charge. ഒരു പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ ആണ് VR is equal to 1/4πε0 Q/r. See, VRന്റെ എക്സ്പ്രഷൻ നമുക്ക് പറയാം, VR inversely proportional to R. VR inversely proportional to R. VR ഉം R തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ്, പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്താ കണ്ടേ? ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആയിരുന്നു. ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². അപ്പോൾ പൊട്ടൻഷ്യലും ഫീൽഡും തമ്മിലുള്ള കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫസ്റ്റ് പവർ ഓഫ് r. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് r. രണ്ടും സ്പേസിലെ പോയിന്റിന്റെ പ്രോപ്പർട്ടി തന്നെയാണ്. ഒരു ചാർജ്, ഒരു സോഴ്സ് ചാർജിന് ചുറ്റാകെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാകും, അതിനൊരു പൊട്ടൻഷ്യലും ഉണ്ടാകും. അത് രണ്ടും ആ ചാർജിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. അത് രണ്ടും ആ പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r² ആയിരിക്കും. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതിനോടൊപ്പം അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഈ V വേഴ്സസ് ആറും E വേഴ്സസ് ആറും രണ്ട് ഗ്രാഫും കൂടെ ഒന്നിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, വിയും ആറും തമ്മിലുള്ള ഗ്രാഫും, അതായത് 1/r റിലേഷൻ വെച്ചൊരു കർവ് കണക്ക് വരും. ഈ ആറും തമ്മിലുള്ള ഗ്രാഫും വരും. നമ്മുടെ VR ഗ്രാഫിനെ ബ്ലൂ കളറിലും ഈയുടെ ഗ്രാഫിനെ റെഡ് കളറിലും കാണിച്ചിരിക്കുന്നു. കണ്ടല്ലോ, ആ അതായത് ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഷേപ്പിന് ഡിഫറൻസ് വരുന്നുണ്ട്. V ആണെങ്കിൽ കുറച്ച് ഇപ്പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുകളിൽ എൻഡ് ചെയ്യുന്നു, ബ്ലൂ കളർ. E ആണെങ്കിൽ കണ്ടോ, റെഡ് കളർ ഗ്രാഫാണ്. സോ ഇൻ ദിസ് വേ the electric potential and electric field intensity are the characteristic properties of points in space around a source charge. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. കാരണം r മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? വിയും ഇയും മാറും. ബാക്കിയെല്ലാം അവിടെ കോൺസ്റ്റൻസ് ആണ്. ε0 Q നമ്മുടെ സോഴ്സ് ചാർജിന്റെ ചാർജ്, അത് കോൺസ്റ്റന്റ് ആണ്. സോ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ്. Clear?